ഹലോ, നിങ്ങളൊക്കെ ഇലയട കഴിച്ചിട്ടുണ്ടല്ലോ ആവിക്ക് വെച്ച് പുഴുങ്ങുന്നത്. ഞാനിന്ന് ഇലയടയാണ് ഉണ്ടാക്കുന്നത്. ആവിക്ക് വെച്ച് പുഴുങ്ങല്ല, ഊട്ടിനകത്തിട്ട് ഓട്ടടയായിട്ട്. അതങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്ന ഗോതമ്പ് പൊടിയാണ്. ഞാൻ ഒരു 2.5 തവി ഗോതമ്പ് പൊടി എടുത്തു. ഒരു ശർക്കര ഉപ്പൂടെ ചേർക്കുന്നത്, കുറച്ച് മതി. ഞാൻ അകത്ത് തേങ്ങയും ശർക്കരയും വെച്ചാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ചേ ഇട്ടുള്ളൂ. നമുക്കിതൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇത് ഈ രീതിയിൽ ഈ പാത്രത്തിന് കുഴച്ച് വെച്ചു. നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പം നമുക്ക് ഓട്ടടയ്ക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കണം. ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ശർക്കര ചേർക്കാം. ഞാൻ നേരിട്ട് ശർക്കര അപ്ലൈ ചെയ്യുന്നത്. ഇത് നല്ല ശർക്കര, കല്ലും കമ്പും ഒന്നുമില്ല, നല്ല ശർക്കരയാണ്. എന്നിട്ട് ഞാൻ നേരിട്ട് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഒരു ശകലം ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. ഇത് നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ അടയ്ക്കുള്ള ഫില്ലിങ് ഞാൻ ഇവിടെ റെഡിയാക്കിയതേ. ഇതിൻ്റെ കൂടെ പഴം കൊണ്ടിട്ട് ഇളക്കിയാലും നല്ലതാണ്. ചെറിയ പഴമായാലും മതി, ഏത്തപ്പഴം എന്തായാലും ഇതിൻ്റെ കൂടെ ഇട്ടിളക്കുക. അതും അടയ്ക്കകത്ത് വെക്കുമ്പോൾ അതൊരു സ്വാദാണ്. ഞാൻ പോട്ടറി ഉണ്ടാക്കുന്ന ഇതുപോലെ ഇലക്കകത്താണ്. അപ്പം നമുക്കിനി മാവിനത് പരത്താം. പിന്നെ കുറച്ച് മാവ് എടുത്തിട്ട് ഇച്ചിരി വെള്ളം കൂടെ കൂട്ടിയിട്ട് പരത്തി കൊടുക്കണം. അപ്പം നമ്മുടെ ഓട്ടയുടെ മാവ് ഇങ്ങനെ പരത്തി നമുക്കിനകത്ത് ഫില്ലിങ് ചെയ്യാം. എന്നിട്ടിങ്ങനെ വെറുതെ മടക്കി കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇപ്പം 2 അട ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് നമുക്കിത് ഓട്ടിലിട്ട് ചുട്ടെടുക്കാം. ഞാൻ ഓട്ടറിലിടാൻ വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ച പാനിടപ്പേ വെച്ച് ഇത് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നമ്മുടെ ഓട്ടട നമുക്ക് പാനിനകത്ത് വെച്ച് കൊടുക്കാം. ഒരെണ്ണത്തെ വലിയ പാനാണ്, 2 എണ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതൊരു സൈഡൊന്ന് നല്ല മൂത്തിട്ട് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സൈഡൊന്ന് മൂത്ത് വരട്ടെ. അപ്പം നമ്മുടെ അടയുടെ മൂത്തം നമുക്ക് നോക്കാം. ഇതേ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് 2 സൈഡ് ഇതുപോലെ ആവണം. നല്ല മൂത്തിട്ട് നമുക്ക് കല്ലിന്നെടുക്കാം. അപ്പം നമ്മുടെ ഓട്ടട ഇത് കണ്ട ഇങ്ങനെ ഓട്ടുണ്ടാക്കുന്നുണ്ട്. ബാക്കിയുള്ള ഇട ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഇലയുടെ ഇവിടെ റെഡി ആയത് നമുക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഓട്ടട എന്ന് പറയാം. ഓട്ടട ഇത് നമ്മുടെ മധുരം വയ്ക്കാത്ത ഇല, ഇത് മധുരം വെച്ചത്. അങ്ങനെ എൻ്റെ ഓട്ടട ഇവിടെ റെഡിയായി. നമ്മുടെ ആവിക്ക് വിടാൻ അതുകൊണ്ട് ഏറ്റവും നല്ല ഈയിടെ കഴിക്കാൻ. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കഴിച്ച് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ. കഴിച്ചിട്ട് കമൻറ്റ് ഇടണേ, നല്ലതാണോ ഇല്ലയെന്നേ. ഇവിടെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റിയാണ്. ഓട്ടി കിടന്നുണങ്ങുന്ന അടയാണ് നല്ലൊരു വേറെ ടേസ്റ്റാണ്. നമ്മുടെ ആവിക്ക് വിടുന്നതിനെക്കാട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. ഇത് മധുരം വെച്ച് ഇത് നമ്മുടെ മധുരം വയ്ക്കാത്ത ഇട.